ചെറുക്കൻ കുഴഞ്ഞ കിടക്കുക വണ്ടിക്കകത്ത്. അവന് ബോധമില്ല. അല്ലാതെയും പ്രശ്നം ഉണ്ടാക്കും. മോനെ വിളിച്ച് ഇടയ്ക്ക് വിളിച്ച് ഇങ്ങനെ പറയാം, അവളെ കെട്ടിച്ചേരത്തില്ല, ഇതാണെന്നൊക്കെ പറയാം. അപ്പം എന്നൊക്കെ അരുണ കുത്തി കുമാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. അന്നേരം പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് വാർത്ത24 കൊല്ലത്തെ ഇരുപുരത്തേക്ക് കടന്നു വന്നത്. സാംസ്കാരിക സാക്ഷരത കേരളം വളരെ ഞെട്ടലോടുകൂടിയാണ് കഴിഞ്ഞ 20-ാം തീയതി കൊല്ലം ഇരുപുരത്തുള്ള ഇരട്ടക്കടയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കാനിടയായത്. സ്വന്തം മകളെ പ്രണയിച്ചു എന്ന ഒറ്റ കാരണത്താൽ മകളുടെ കാമുകനായ അരുൺ എന്ന 19 വയസ്സുകാരനെ മകൾ താമസിക്കുന്ന വീട്ടിലേക്ക് പിതാവ് വിളിച്ചു വരുത്തുകയും വളരെ മൃഗീയമായ രീതിയിൽ കൊല ചെയ്യുന്ന ഒരു സംഭവമുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരുണിൻ്റെ പിതാവായ ബിജുവിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് നമുക്ക് അറിയാമെങ്കിലും ഇപ്പം ഇങ്ങനെ കുറച്ചാളുകൊണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രസാദ് നമ്മളെ വീട്ടിൽ വന്ന് അവരെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നെ വിളിച്ച് സംസാരിച്ച് മോൻ്റെ കാര്യങ്ങളും മോളെ കാര്യവും എല്ലാം നടത്തണമെന്നൊക്കെ അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നടത്താം. അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മളെ ചുറ്റുപാട് ഇച്ചിരി മോശമാണ്. നമ്മൾ വാടകയ്ക്ക് ഇങ്ങനെ 22 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുക. സ്വന്തമായിട്ട് വണ്ടിയില്ല, വാടക വണ്ടിയാണ് വിടുന്നത്. നമുക്കൊരു ഇതുണ്ടായി വരുമ്പോൾ നടത്താൻ നമ്മളെല്ലാം ഉറപ്പിച്ച് അവനും അത് പ്രസാദം സമ്മതിച്ചൊക്കെ നിന്നേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ കള്ളു പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിരന്തരം. പിന്നെ പിറ്റേന്നാകുമ്പോൾ വന്നിട്ട് നമ്മുടെ നല്ല രീതിയിൽ പെരുമാറും. അല്ലാതെയും പ്രശ്നം ഉണ്ടാക്കും. മോനെ വിളിച്ച് ഇടയ്ക്ക് വിളിച്ച് ഇങ്ങനെ പറയാം, അവളെ കെട്ടിച്ചേരത്തില്ല, ഇതാണെന്നൊക്കെ പറയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പിന്നെ പിറ്റേന്നാകുമ്പോഴത്തേനും നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ചിട്ട് കാര്യം പറയുന്നതാണ് കാര്യം. സംഭവം നടന്ന ദിവസം ചേട്ടനോട് പറഞ്ഞിട്ടാണോ അല്ല, ഞാൻ വണ്ടി വിടാൻ പോയതായിരുന്നു. ഞാൻ ചിന്നക്കടയിലാണ് വണ്ടി വിടുന്നത്, കുമാറിൻ്റെ ഓപ്പോസിറ്റാണ് വണ്ടി വിടുന്നത്. ഞാൻ ഇവിടുന്ന് വൈഫിനെ ഞാൻ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. വൈഫിൻ്റെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് വന്നിറങ്ങി എന്നെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അവിടെ നിന്ന് ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വന്നിട്ട് എന്നെ വിളിച്ച്, ചിന്നക്കട വന്നിട്ട് വിളിച്ച്. ഞാൻ വൈഫിനെയും കൂട്ടി ഇരുമ്പ് പാലം അങ്ങോട്ട് പാസ് ചെയ്ത് മൂത്തവൻ്റെ കോള് വരുന്നു. അപ്പം എന്നൊക്കെ അരുണ കുത്തി കുമാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം നമ്മൾ ഉപാസന ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ജോർജ് ഡോക്ടറെ വീട്ടിൽ ജോർജ് ഡോക്ടറെ വീട്ടിൽ പോയിട്ട് അവിടെ ഡോക്ടറില്ലാതെ നെല്ലിമുക്കിൽ അനിൽ ഡോക്ടറെ അവിടെ കാണാനായിട്ട് പോകാമായിരുന്നു. അങ്ങനെയാണ് ഈ ഇവിടെ വെച്ച് കോള് വരുന്നത്, ഇരുമ്പാലത്തിൻ്റെ വെച്ച്. അന്നേരം ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും നോക്കില്ല, നേരെ ഓടി കുമാറിൻ്റെ അടുത്ത് നിന്നപ്പോൾ കുമാറിനെ എത്തിയില്ല. സിഗ്നൽ കഴിഞ്ഞപ്പോഴേ റോഡിൽ മൊത്തം ജനം കൂടി കിടക്കുക, ബ്ലോക്കായി. അന്നേരം ഓടി ഞങ്ങൾ ഇപ്പുറം പാസ് ഇപ്പുറത്തെ സൈഡ് എത്തിയപ്പോഴും നോക്കി തന്നെ മോൻ്റെ ഷർട്ട് ഉണ്ട്. അന്നേരം വൈഫ് പറഞ്ഞ് അവന് അരുണാന്ന് തോന്നുന്നു പെട്ടെന്ന് വണ്ടി. അങ്ങനെ ഞാൻ അപ്പുറം ഡിവൈഡർ വളഞ്ഞ് വന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുക്കൻ കുഴഞ്ഞ കിടക്കുക വണ്ടിക്കകത്ത്. അവന് ബോധമില്ല. ഈ പയ്യൻ ഈ പ്രസാദിന്റെ വീട് തലേദിവസം ഇവിടെ വന്നിട്ടാണോ പ്രസാദ്? തലേദിവസമല്ല, അന്ന് വൈകിട്ട് പ്രസാദ് ഇവിടെ വന്നിട്ട് അരുണെ തിരക്കിയായിരുന്നു. വൈഫ് അന്നേരം കൊടുത്തിട്ട് ഇറങ്ങുന്നു ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട്. വൈഫ് പറഞ്ഞ് ഇവിടെ ഇല്ല, അവനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞല്ല, അന്നത്തെ ദിവസം അവന് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. മൂത്ത മോനും ഉണ്ടായിരുന്നു വീട്ടിൽ. മൂത്ത മോൻ്റെ പറഞ്ഞ അവനെ എനിക്കിന്ന് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മദ്യപിച്ചൊന്നും നമ്മൾ അറിയുന്നില്ല. പ്രസാദിന്റെ വീട് വഞ്ചിക്കോവിലിന്റെ അടുത്ത്, പഴയ ശരവണ തിയേറ്ററിന്റെ അടുത്ത്, പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത്. സംഭവം നടക്കുമ്പോൾ ഈ സ്ഥലത്തുണ്ടോ? ഇല്ല. പെങ്കൊച്ചിനെ ഇവന്റെ വീട്ടിൽ നിർത്തത്തില്ല. കാര്യം ചെയ്ത് ഇവന് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആള് വെറും പൊളിയ. പെങ്കൊച്ചിനെ നിർത്തില്ല. മോശമായിട്ട് പെരുമാറിയോണ്ടാണ് മാറ്റി നിർത്തിയത്. എൻ്റെ മോനും ഈ പെണ്ണിൻ്റെ അമ്മയും ആയിട്ട് തന്നെ മാറ്റി നിർത്തിയത്. പെണ്ണിൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ അവിടെ നിർത്തേണ്ട, ഇവിടെ ഒരു കുഞ്ഞമ്മയുടെ വീടുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത്, ഇരട്ടക്കട അടുത്ത്. അവിടെ കൊണ്ട് നിർത്തിയായിരുന്ന മോനും പെങ്കൊച്ചിൻ്റെ അമ്മയും കൂടെയാണ് പറഞ്ഞ് അവിടെ ആക്കി തീരുന്നത്. പിന്നെ മോൻ അവിടെ കാണാനൊക്കെ പോകും കൊച്ചിനെ. അങ്ങനെ അവർ നമ്മൾ ഒരു യാതൊരു വിഷയമില്ല, നമ്മളത് നടത്തി കൊടുക്കാനെല്ലാം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇരവൂർ തന്നെ. ഇവന്റെ ഇതുകൊണ്ടാണ് പെങ്കൊച്ചിനെ മാറ്റി നിർത്തിയിരുന്നത്. മാറ്റി നിർത്തിയിരുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ. മോൻ ഇപ്പോൾ വന്നിട്ട് 1.5 മാസമുള്ള അർമേനിയയിലായിരുന്നു. അവിടുത്തെ സ്ഥലത്തിന്റെ കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ ജാതിയുടെ ഒരു ഇല്ല. ക്രിമിനൽ മൈൻഡ് ആള്. ജാതിയായിട്ട് യാതൊരു നമുക്ക്, എൻ്റെ വൈഫ് തന്നെ ഹിന്ദുവാണ്. ഞാൻ 10 വർഷമായി കല്യാണം കഴിച്ചിട്ട്. നമുക്ക് അങ്ങനെ ജാതിപരമായിട്ടൊന്നും യാതൊരു ഇതുമില്ല. അത് ഞാൻ ആദ്യം കിട്ടിയ വൈഫിൻ്റെ ചേച്ചി സന്ധ്യ എന്ന് പറയുന്നത്, അവർക്ക് അവരെ ബോധമില്ലായ്മ കൊണ്ട് അത് പറഞ്ഞതാണ്.
അല്ല നമുക്കങ്ങനെ ഇല്ല. നമ്മൾ പൂർണ്ണ സമ്മതത്തിലായിരുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിൽ ഇപ്പോൾ പ്രസാദിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും പോയി സംസാരിച്ച്, പ്രസാദ് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിച്ച് എല്ലാം ഉറപ്പിച്ച് വെച്ചിരുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞ അവനെ ഒരു ഭാവിക്ക് എത്തിച്ചിട്ട് നമുക്ക് നടത്താം എന്ന് പറഞ്ഞു. കാര്യം പെങ്കൊച്ചം പഠിച്ചോണ്ടിരിക്കുക, പഠിത്തങ്ങൾ തീരട്ടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നൊരു എന്തെങ്കിലും ഒരു ഭവനമാവും അടുത്ത് നമുക്ക് എന്താ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇത്രയൊക്കെ സമ്മതിച്ചിരുന്ന ആൾക്ക് ഇത്ര പെട്ടെന്നൊരു പ്രലോഭനം ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ വേണ്ടി? അത് നമുക്കറിയത്തില്ല, അതല്ലേ കാര്യം. ഇവിടെ പ്രസാദ് പണ്ടേ ക്രിമിനലാണ്. അല്ല, ക്രിമിനലായ ഒരാൾ ഇത് ഓക്കെ സമ്മതിച്ചു നിങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു എന്ന് സമ്മതിച്ചതിന് ശേഷമാണല്ലോ ഇങ്ങനെ. ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഇവർ തമ്മിൽ എവിടെങ്കിലും വെച്ച് വല്ല പ്രകോപനം ഉണ്ടാവുകയോ? ഇവിടെ നിന്ന് തിരക്കി ചെന്നതിന് ശേഷം ഇരവിപുരത്ത് പിന്നെ കുരിശുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസാദ് മോനെ തിരക്കി ചെന്ന് അവിടെ വെച്ചെന്തോ സംസാരങ്ങളൊക്കെ ആയി. മോൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അവൻ സംസാരിച്ചിട്ട് ഇവൻ നേരെ അവിടെ ചെന്നിട്ട് പറഞ്ഞ് എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അരുണെ നീ ഇങ്ങ് വാ, സ്നേഹയുടെ വീട്ടിലൂടെ, സ്നേഹ നിൽക്കുന്നിടത്തോട്ട് വാ, ഞാനിവിടെ ഉണ്ട്, നമുക്കൊരു കാര്യം സംസാരിച്ച് തീർക്കാനുണ്ടെന്ന് വെച്ചാണ് വിളിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തത്. മോൻ്റെ അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരനെ ഇവൻ ഉപദ്രവിക്കുന്ന കൂട്ടുകാരൻ അവിടെ നിന്ന് മതിലെടുത്ത് ചാടി എന്ന് പറയും. തിരിച്ച് ചാടിയപ്പോഴത്തേന് തന്നെ മോന് കുത്താൻ ശ്രമം നടത്തി. ആ കൂട്ടുകാരൻ പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൊഴികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൻ മതിൽ ചാടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്ത് ചാടാൻ നോക്കിയപ്പോൾ തന്നെ ചെറുക്കൻ അവിടെ പൊത്തിപ്പിടിച്ചു നിൽക്കുക. അരുണിൻ്റെ പിതാവായ ബിജു കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന ഈ വീട്ടിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. 20-ാം തീയതിയോടുകൂടി 20-ാം തീയതി അരുണിൻ്റെ വീട്ടിലേക്ക് പ്രസാദ് കടന്നു വരുന്ന ഒരു സാഹചര്യം, അന്നേ ദിവസം തന്നെ എന്നെ കാണണമെന്നൊരാവശ്യം പ്രസാദ് അരുണിൻ്റെ വീട്ടുകാരോട് പറയുകയും ചെയ്ത ഒരു സംഭവത്തെ പറ്റിയൊക്കെ അരുണിൻ്റെ പിതാവായ ബിജു നമ്മളോട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരുണും തൻ്റെ കൂട്ടുകാരനും കൂടി എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന പ്രസാദിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും പിതാവുമായി ചില സംസാരങ്ങൾ നടന്നു എന്നാണ് ആളുകളോട് ചോദിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആസൂത്രിതമായി തന്നെ അരുണിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെയുള്ള നീക്കങ്ങളായിരുന്നു പ്രസാദ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ വീട്ടിലുണ്ടായത്. കത്തിയെടുത്ത് കൊല്ലാൻ തന്നെയാണ് ഈ പ്രവൃത്തി നടത്തിയെന്ന് യാതൊരു തർക്കവുമില്ല. കാരണം ഇടത് നെഞ്ചിലേക്ക് വളരെ ആഴത്തിലുള്ള മുറിവാണെന്നാണ് അരുണിൻ്റെ പിതാവായ ബിജു നമ്മളോട് സംസാരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെയും അദ്ദേഹം ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആ കൂട്ടുകാരൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട സംഭവമാണ് ഉണ്ടായെന്നാണ് പോലീസും അതുപോലെ തന്നെ മിക്ക ആളുകളും നമ്മളോട് പറഞ്ഞത്. ഈ പ്രസാദ് ഒരു കൊടും ക്രിമിനലാണെന്നും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രസാദുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകളുണ്ട് എന്നുമാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും നിയമത്തിൻ്റെ വഴി കൊണ്ടുവന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഏറ്റവും പരമോന്നതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ഇരവിപുരം പോലീസിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊല്ലത്തു നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.